എന്താണ് നവോത്ഥാനം? 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും അതുപോലെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി കേരളത്തിലുണ്ടായ സാംസ്കാരികവും മതപരവുമായിട്ടുള്ള ചില പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നവോത്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ന് നമുക്ക് ചില നവോത്ഥാന നായകന്മാരെ പരിചയപ്പെടാം. PSC പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന നവോത്ഥാന നായകരെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് നോക്കാം. കേരളത്തിലെ നവോത്ഥാന നായകരും അവരുടെ അപരനാമങ്ങളും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ആരെയാണ്? ശ്രീനാരായണ ഗുരു. എങ്ങനെ കണക്ട് ചെയ്യും? നാണുവാശാൻ. നാരായണൻ നാണു, ശ്രീനാരായണ ഗുരു നാണുവാശാൻ. അത് മാറിപ്പോരുത്, ശ്രീനാരായണ ഗുരു നാണുവാശാൻ. രണ്ടാമത്തത് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ. ഇത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് അങ്ങനെ തന്നെ അങ്ങോട്ട് പഠിക്കും. ലൈൻ ഒറ്റ പേര്. അത് ശങ്കരാചാര്യൻ എന്നല്ല പേര്, ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ, അതാണ് പേര്. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ, ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ. അപ്പോൾ നമ്മൾ ജഗദ്ഗുരു എന്ന് എവിടെ കേട്ടാലും ശ്രീ ശങ്കരാചാര്യർ എന്ന് മനസ്സിൽ തനിയെ വരണം. അതുപോലെ ശങ്കരാചാര്യർ എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ എന്ന് മനസ്സിൽ വരണം. ഓക്കെ. പിന്നത്തെ ആരാണ്? അയ്യങ്കാളി, പുലയ രാജ അയ്യങ്കാളി. അയ്യങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലയന്മാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൊരുതിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പുലയന്മാരുടെ രാജാവ് അയ്യങ്കാളി. പിന്നെ ആ കാളിയൊക്കെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പുലയരാജ അയ്യങ്കാളി. പിന്നത്തത് തൈക്കാടയ്യാണ്. തൈക്കാടയ്യ ആരാണ് ശരിക്കും? ശ്രീനാരായണ ഗുരുവിൻ്റെ ആശാനാണ് തൈക്കാടയ്യ. അപ്പോൾ അദ്ദേഹത്തെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ഈ തൈക്കാടയ്യാണ്. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് തൈക്കാടയ്യാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ യോഗി എടുക്കാം. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശാനെ കൊണ്ട് നമുക്ക് രാജാവെന്ന് വിളിക്കാം. അങ്ങനെ ശിവരാജ യോഗി, യോഗ പഠിപ്പിച്ച യോഗി തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിനെ യോഗ പഠിപ്പിച്ച യോഗി തൈക്കാടയ്യ. പിന്നത്തത് മുത്തുക്കുട്ടി മുടിചൂടും പെരുമാൾ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. മുത്തുക്കുട്ടിയെ മുടിയിൽ ചൂടിയ വൈകുണ്ഠസ്വാമി. ആരാണ്? മുത്തുക്കുട്ടിയെ മുടിയിൽ ചൂടിയ വൈകുണ്ഠസ്വാമി. അതവർ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുത്തുക്കുട്ടി എന്ന് കേട്ടാലും വൈകുണ്ഠസ്വാമി, മുടിചൂടും പെരുമാൾ എന്ന് കേട്ടാലും വൈകുണ്ഠസ്വാമി. അപ്പോൾ മുത്തുക്കുട്ടിയെ മുടിയിൽ ചൂടിയ വൈകുണ്ഠസ്വാമി. പിന്നത്തെ ചട്ടമ്പി സ്വാമിയാണ്. പുള്ളി ഭയങ്കര ചട്ടമ്പിയാണ്. കുഞ്ഞമ്പിള്ള ഷൺമുഖദാസൻ സർവവിദ്യാധിരാജ. എല്ലാത്തിലും പെട്ടിട്ടുണ്ട്. അതായത് ചട്ടമ്പി സ്വാമി എന്നുള്ള പേരൊക്കെ തന്നെ ചട്ടമ്പി ആണല്ല. പിന്നെ സർവവിദ്യാധിരാജ, എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന രാജാവ്. ഷൺമുഖദാസനാണ്, കുഞ്ഞമ്പിള്ളയാണ്. അപ്പോൾ ഇത് ഓർത്ത് തന്നെ വെക്കണം. സർവവിദ്യാധിരാജ, ഷൺമുഖദാസൻ, കുഞ്ഞമ്പിള്ള. ഇത് ഏത് വന്നാലും ചട്ടമ്പി സ്വാമികൾ. പിന്നെ ആലത്തൂർ സ്വാമി, ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പേരെന്താണ്? ആലത്തൂർ സ്വാമി. ആലത്തൂറുകാരുടെ സ്വാമിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സ്വാമി മറന്നു പോരുതട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ്? ആലത്തൂർ സ്വാമി. അടുത്തത് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. അതിൽ ഒന്നും വേണ്ട, നേരത്തെ നമ്മൾ പഠിച്ച പോലെ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ, അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. മന്നത്ത് പത്മനാഭൻ ഭാരതകേസരി, മന്നത്ത് പത്മനാഭൻ ഭാരതകേസരി. പിന്നെ ഉള്ളത് ഏതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനിയും കേരളൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ നമ്മൾ എങ്ങനെ അത് കണക്ട് ചെയ്യും? സ്വദേശാഭിമാനി, സ്വദേശം, സ്വന്തം ദേശം കേരളം, കേരളൻ. എൻ്റെ സ്വന്തം ദേശം കേരളം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേരളൻ. എൻ്റെ സ്വന്തം ദേശം കേരളം. ഓക്കെ. അടുത്തത് കുറുമ്പൻ ദൈവത്താൻ നടുവത്തമ്മൻ. കുറുമ്പൻ ദൈവത്താൻ നടുവത്തമ്മൻ. കുറുമ്പൻ ദൈവത്താൻ നടുവത്തമ്മൻ. അടുത്തത് പണ്ഡിറ്റ് കറുപ്പൻ കവിതിലകൻ. കവിതിലകൻ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ അപരനാമം എന്താണ്? കവിതിലകൻ. ഞാൻ ഒരു തവണയും കൂടി വായിക്കാം. നാണുവാശാൻ ശ്രീനാരായണ ഗുരു, ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ, പുലയരാജ അയ്യങ്കാളി, ശിവരാജയോഗി തൈക്കാടയ്യ, മുടിചൂടും പെരുമാൾ വൈകുണ്ഠസ്വാമികൾ, മുത്തുക്കുട്ടി വൈകുണ്ഠസ്വാമികൾ, കുഞ്ഞമ്പിള്ള ഷൺമുഖദാസൻ സർവവിദ്യാധിരാജ. ഇത് മൂന്നും ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ആലത്തൂർ സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. കേരളൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നടുവത്തമ്മൻ കുറുമ്പൻ ദൈവത്താൻ. കവിതിലകൻ പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ ആണല്ലോ? ഓർത്ത് വെച്ചേക്കുക. ഇതൊരു ചെറിയൊരു ഇതായിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഇതിൽ എളുപ്പ വഴികൾ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങളും കണ്ടെത്തുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് തരിക. ഓക്കെ. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ്. ജനനം 1856,
സമാധിയായത് 1928. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 സമാധിയായത് 1928 പറഞ്ഞല്ലോ. അതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കും? 56ഉം 28ഉം ഇത് രണ്ടും രണ്ട് ചടങ്ങുകളാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, 28 കിട്ടും, അതുപോലെ 56. അപ്പോൾ 1856 ജനിച്ചു, 1928 സമാധിയായി. എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹം വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടനാശാൻ, കുട്ടിയമ്മ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാരൊക്കെയാണ്? പേട്ടയിൽ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. ഹഠയോഗ വിദ്യ എന്ന് പറഞ്ഞാൽ ഒരു യോഗവിദ്യ തന്നെയാണ്. അല്പം മന്ത്രങ്ങളും കുറച്ചധികം ധ്യാനവും ഒക്കെ കൂടുതലുള്ള ഒരു പ്രത്യേകതരം യോഗവിദ്യ തന്നെയാണ് ഈ ഹഠയോഗ വിദ്യ. അത് പഠിപ്പിച്ചത് തൈക്കാട് അയ്യ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. അവിടെ പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. എപ്പോഴും വരുന്ന ചോദ്യമാണ്, എല്ലാ പ്രാവശ്യവും ഉണ്ടാകും. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 87ഉം അവിടെ പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഓക്കെ, 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898. 10 വർഷം കഴിഞ്ഞ് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ഏതാണ്? 1898. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം 1908. ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര. ഗുരുപ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. ഏതൊക്കെയാണ്? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. പുലികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ആലുവ സമ്മേളനം. താലികെട്ട് കല്യാണത്തിന് എതിരായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷമാണ് 1924. അധ്യക്ഷൻ സദാശിവ അയ്യരായിരുന്നു. 1924 സർവമത സമ്മേളനം നടത്തി. ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ ശ്രീനാരായണ ഗുരു, അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു സദാശിവ അയ്യർ. 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ ശ്രീനാരായണ ഗുരുവാണ്. അധ്യക്ഷൻ സദാശിവ അയ്യരായിരുന്നു. ആലുവയിലെ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിലെ വാക്കുകൾ എന്തായിരുന്നു? ആലുവയിൽ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിലെ വാക്കുകൾ എന്തായിരുന്നു? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം. ആലുവയിലെ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ എഴുതി വെച്ചിരുന്ന വാക്കുകളാണത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്ക. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. 1918 1926 പോയിട്ടുണ്ട്. 2 തവണ പോയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. 2014 ശതാബ്ദി ആഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ്? ദൈവദശകം. 2014 ശതാബ്ദി ആഘോഷിച്ചത് ദൈവദശകം. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട് ക്ഷേത്രം. കളവങ്കോട് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം കളവങ്കോട് ക്ഷേത്രം. അവസാനമായി പ്രതിഷ്ഠാകർമ്മം നടത്തിയ ക്ഷേത്രം ഉല്ലല. അവസാനമായി പ്രതിഷ്ഠാകർമ്മം നടത്തിയ ക്ഷേത്രം ഉല്ലല. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. അതായത് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട ആവശ്യമില്ല. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്? 1924 സർവമത സമ്മേളനം,
അധ്യക്ഷൻ സദാശിവയ്യരായിരുന്നു. സർവമത സമ്മേളനത്തിന്റെ കവാടത്തിലെ വാക്കുകൾ എന്തായിരുന്നു? വാദിക്കുവാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. അതുപോലെ ശ്രീനാരായണ ഗുരു ആകെ സന്ദർശിച്ചിട്ടുള്ളത് ശ്രീലങ്ക മാത്രമാണ്, 1918-ലും 1926-ലും. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് SNDP യോഗം കോട്ടയത്ത് വെച്ച് നടന്നതാണ്. 1927-ലാണ് SNDP യോഗം. ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരിയിൽ വെച്ചാണ്. 1928 സെപ്റ്റംബർ 20-നായിരുന്നു. 1928 സെപ്റ്റംബർ 20-ന് ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. ശിവഗിരിയുടെ പഴയ പേര് കുന്നിൻപുറം എന്നാണ്. ശ്രീനാരായണ ഗുരു സമാധിയായത് 1928 സെപ്റ്റംബർ 20-നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ചില കണ്ടുമുട്ടലുകൾ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882 അണിയൂർ ക്ഷേത്രം. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891 കായിക്കര. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷം 1895 ബാംഗ്ലൂർ. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം 1912 ബാലരാമപുരം. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914 ആലുവ. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ കണ്ടുമുട്ടിയ വർഷം 1922. സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്നു വ്യക്തി കുമാരനാശാൻ. അതായത് ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ കണ്ടുമുട്ടിയ വർഷം 1921 അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കുമ്പോൾ ഇത് ദ്വിഭാഷിയായിട്ട്, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിന്നിരുന്ന വ്യക്തി ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി കണ്ടുമുട്ടിയ വർഷം 1925. സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി N കുമരൻ. ഗാന്ധിജിയെ കണ്ടത് 1925-ലാണ്. അതിൽ ദ്വിഭാഷിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിന്നിരുന്ന ആൾ N കുമാരനാണ്. 1922 ടാഗോറിനെ കണ്ടുമുട്ടിയ വർഷം കുമാരനാശാനായിരുന്നു ദ്വിഭാഷിയായിട്ടിരുന്നത്. ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1925. N കുമാരനായിരുന്നു ദ്വിഭാഷി. ഒരു തവണ പറയാമേ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882 അണിയൂർ ക്ഷേത്രം. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891 കായിക്കര. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷം 1895 ബാംഗ്ലൂർ. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം 1912 ബാലരാമപുരം. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914 ആലുവ. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ കണ്ടുമുട്ടിയ വർഷം 1922. ഇവരുടെ ഇടയിൽ സംഭാഷണത്തിന് ദ്വിഭാഷിയായിട്ടിരുന്ന വ്യക്തിയാണ് കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി കണ്ടുമുട്ടിയ വർഷം 1925. സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്നു N കുമാരൻ. ഗുരുദേവൻ ആദ്യ മലയാളി എന്ന നിലയിൽ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു 1967 ഓഗസ്റ്റ് 21-ലാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ, അതായത് ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു 2009. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. അതായത് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി, മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഇതെല്ലാം ആരാണ്? ശ്രീനാരായണ ഗുരു. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ച വർഷം 1903 മെയ് 15. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം 1898. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ്? അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച വർഷം 1903 മെയ് 15. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. രൂപീകരണ സമയത്ത് SNDPയുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. അപ്പോൾ കുമാരനാശാൻ സ്ഥാപിച്ച SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ. 1904 വിവേകോദയം സ്ഥാപിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M ഗോവിന്ദൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. ഒന്നുകൂടി, SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ.
രൂപീകരണ സമയത്ത് SNDPയുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M. ഗോവിന്ദൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. ആദ്യമായി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തി മൂർക്കോത്ത് കുമാരൻ. ഗുരു K. സുരേന്ദ്രൻ. നാരായണം പെരുമ്പടവം ശ്രീധരൻ. അതായത് ആദ്യമായി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തി ആരാണ്? മാർക്കോത്ത് കുമാരൻ. ഗുരു എഴുതിയതാരാണ്? K. സുരേന്ദ്രൻ. നാരായണം എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ. ഗുരുദേവ കർണാമൃതം എഴുതിയത് കിളിമാനൂർ കേശവൻ. മഹർഷി ശ്രീനാരായണ ഗുരു എഴുതിയത് T. ഭാസ്കരൻ. നാരായണ ഗുരുസ്വാമി M. K. സ്വാനു എഴുതിയത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരൻ. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് P. A. ബക്കർ. ഒന്നും കൂടി, നാരായണ ഗുരുസ്വാമി എഴുതിയത് M. K. സാനു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരൻ. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് P. A. ബക്കർ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയ അപരന് സുഖത്തിനായി വരേണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. 1897 ആത്മോപദേശ ശതകം. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരു. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരു. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതിമീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.